ഈ ജാഥ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര ആവേശകരമായ ഒരു ജാഥ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത കാലത്തൊക്കെ നടത്തിയിട്ടില്ല. അത്രമാത്രം സ്വീകാര്യതയാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഏതായാലും വളരെ മാരകമായ ഒരു നിയമം, വനഭേദഗതി നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് പിൻവലിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഈ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി, വന്യജീവികൾ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയുമില്ലാത്തൊരു കാലം വന്നിരിക്കുന്നു. ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഇവിടെ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ 5ഓളം പഞ്ചായത്തുകൾ വനത്തോട് ചേർന്ന് കിടക്കുന്നത്. തൊടുപുഴ മുള്ളിങ്ങാട്ടും ഒരാളെ ആന ചവിട്ടിക്കും. വയനാട്ടിലും സംസ്ഥാനത്തുടനീളവും ഈ ഭീഷണിയുണ്ട്. മൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താൻ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. വെള്ളം വേണം, മൃഗങ്ങൾക്ക് തീറ്റ വേണം. അത് ഈ വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഫെൻസിങ് ഉണ്ടാക്കണം. ഓരോ സ്ഥലത്തെയും പ്രത്യേകത കണക്കാക്കി ചിലയിടത്ത് ട്രെഞ്ചുകൾ ആവശ്യമായിട്ടുണ്ട്. ഇതൊരു പ്രയോറിറ്റിയായ, ഒരു മുൻഗണനാ വിഷയമായി എടുത്തുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം. പക്ഷേ അതിനൊക്കെയാണോ സമയം? കൂത്താട്ടുകുളത്തെ കൗൺസിലറെ എത്ര മൃഗീയമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ജനാധിപത്യത്തെ പിച്ച് ചെയ്യുന്നതൊരു ഗവൺമെൻറ്, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്തൊരു ഗവൺമെൻറ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ മേഖലയിലെല്ലാം അങ്ങ് കണ്ണൂർ മുതൽ വയനാട് മുതൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, അങ്ങ് തിരുവനന്തപുരത്തെ അമ്പൂരി വരെയുള്ള മേഖലകളിൽ ജനങ്ങളെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കർഷകരുടെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്, ബഫർ സോണിൻ്റെ പ്രശ്നമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ വിഷയങ്ങളെപ്പറ്റിയെല്ലാം ജാഥ ക്യാപ്റ്റനുമുള്ള വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ജാഥയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചിട്ടുള്ള സ്വീകരണവും സ്വീകാര്യതയും അത് ഗവൺമെൻറ് കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഈ കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളു, ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും.